ഇനി പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ സുജു ടി ബാബു ഉണ്ട്. സുജു, ഈ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ ആകർഷിക്കപ്പെട്ട മണ്ഡലമാണ് പത്തനംതിട്ട. വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചതും. കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകൾ എങ്ങനെയായിരുന്നു പത്തനംതിട്ടയിൽ? അസിത, പത്തനംതിട്ടയെ ചെങ്കടലാക്കിക്കൊണ്ടാണ് കൊട്ടിക്കലാശ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുമ്പ് തന്നെ ഇടതുമുന്നണി പത്തനംതിട്ടയിൽ പ്രചരണം ആരംഭിച്ചിരുന്നു. ആദ്യം മുതൽ തന്നെ LDF ആണ് പത്തനംതിട്ടയെ ലീഡ് ചെയ്തിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇന്നും അത് തന്നെ തുടരുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും ഇത്തവണ പത്തനംതിട്ട തിരികെ പിടിക്കാമെന്ന LDFന്റെ, അല്ലെങ്കിൽ ഇത്തവണ പത്തനംതിട്ട ഇടത്തോട്ട് ചായുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. അതിനായി പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള 7 നിയോജക ത്തിലും ഇപ്പോൾ LDF MLA-മാരാണുള്ളത്. അത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടരുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് LDF ഉള്ളത്. ഇന്ന് കൊട്ടിക്കലാശത്തിൽ മന്ത്രി വീണ ജോർജും ഒപ്പമായിരുന്നു തോമസ് ഐസക്ക് സ്ഥാനാർത്ഥി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്, അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തിരുന്നത്. 3 സ്ഥാനാർത്ഥികളും ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് കലാശക്കൊട്ടിൽ പങ്കെടുത്തിരുന്നു. അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും ഒക്കെ തന്നെ അവരുടെ പ്രവർത്തകർക്ക് ആവേശം വിതരാൻ എത്തിയിരുന്നു. എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്ന അബാൻ ജംഗ്ഷനിൽ നടന്ന ഗംഭീരമായ പ്രൗഢജലമായ കലാശക്കൊട്ടിലിൽ 3 പാർട്ടികളും അവരുടെ ശക്തി തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പത്തനംതിട്ടയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കലാശക്കൊട്ടിലായിരുന്നു. ഇതിൽ LDFിനെ സംബന്ധിച്ചോളം, CPM-നെ സംബന്ധിച്ചോളം അവർ ആ പത്തനംതിട്ട നഗരത്തെ ചെങ്കടലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു പത്തനംതിട്ടയിലെ കലാശക്കൊട്ടിലും കാഴ്ചവെച്ചത്. ഇനിയുള്ള ദിവസങ്ങൾ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസങ്ങളാണ്. ഓരോ വോട്ടും അർപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും ഇനി സ്ഥാനാർത്ഥികൾ, മുന്നണികളെല്ലാം തന്നെ മെനയുന്നത്. ഏതായാലും പത്തനംതിട്ടയിൽ നടന്ന കലാശക്കൊട്ട് അതിഗംഭീരമായിരുന്നു. അസിത. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകിയത്.